വി ഡി സതീശൻ ഖാർഗെയുടെ വസതിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. 4 മണിയോടുകൂടിയാണ് യോഗം ചേരുന്നത്. എന്തായാലും യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഇന്ന് തന്നെ തീരുമാനം ഉണ്ടായേക്കോ? മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമോ? കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുന്നത്. നിർണായക യോഗത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നേതാക്കൾ ഖാർഗെയുടെ വസതിയിലേക്ക് പോകുന്നത്. അല്പസമയം മുൻപ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ വി ഡി സതീശൻ ഖാർഗെയുടെ വസതിയിലേക്ക് പോവുകയാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് സണ്ണി ജോസഫ് സമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. യോഗത്തിന് മുൻപ് വി ഡി സതീശനെയും ഒപ്പം രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരെയും ഖാർഗെയുടെ വസതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് AICC. എന്തായാലും അതിനു മുന്നോടിയായി ഇപ്പോൾ നേതാക്കൾ ഖാർഗെയുടെ വസതിയിലേക്ക് പോകുന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഖാർഗെയുടെ വസതിയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. KC വേണുഗോപാലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുക്കും എന്നതിനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ ഖാർഗെയുടെ വസതിയിലേക്ക് പോകുന്നു. നാല് മണിയോടുകൂടിയാണ് ഇന്ന് ഖാർഗെയുടെ വസതിയിൽ നിർണായക യോഗം ചേരുന്നത്. ഇപ്പോൾ തൗഫിക്ക് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. തൗഫിക്ക്, എന്തായാലും നേതാക്കൾ ഓരോരുത്തരുമായി ഖാർഗെയുടെ വസതിയിലേക്ക് ഇതാ പോകുന്നുണ്ട്. അല്പസമയം മുമ്പ് KPCC പ്രസിഡന്റ് പോയിരുന്നു. ഇപ്പോൾ ഇതാ വി ഡി സതീശനും പോവുകയാണ്. എന്തായാലും നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ്. ഇന്ന് തന്നെ തീരുമാനമുണ്ടായേക്കുമോ? എങ്ങനെയാണ് വിവരങ്ങൾ? അവിനിഷ, ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സണ്ണി ജോസഫ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് കയറുകയാണ്. സണ്ണി ജോസഫാണ് ഇപ്പോൾ ആദ്യം ഈ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. 4 മണിക്ക് തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ ഇപ്പോൾ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കൂടി ഖാർഗെയുടെ വസതിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ യോഗം ചേരുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. 3 ആളുകളെയും ഒരുപക്ഷെ ഒരുമിച്ചിരുത്തിയുള്ള ഒരു യോഗമായിരിക്കും ഉണ്ടാവുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി ഓരോ ആളുകളെ പ്രത്യേകമായി കാണുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ 3 ആളുകളെയും കൂട്ടി ഒരുമിച്ചിരുത്തിയ ഒരു സംസാരമായിരിക്കും മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലേക്ക് അയച്ച നിരീക്ഷകരും അതോടൊപ്പം തന്നെ ദീപദാസ് മുൻഷിയും ഈ യോഗത്തിൽ പങ്കെടുക്കും. KC വേണുഗോപാലും യോഗത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിശദമായിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഉണ്ടാവുക. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് രാത്രിയോടുകൂടി തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പ് എന്താണ്, ഹൈക്കമാൻഡ് ആരെയാണ് മുഖ്യമന്ത്രിയായി കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഈ 3 നേതാക്കളെയും ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ ആരെയാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായി കാണുന്നത് എന്നുള്ള കാര്യം ഇവരെ അറിയിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് 3 ആളുകളോടും ഇവിടെ എത്താനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. KC വേണുഗോപാലുണ്ട്, വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാവരെയും ഒരുമിച്ചിരുത്തിയൊരു യോഗമായിരിക്കും ഒരുപക്ഷെ നടക്കുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ ഓരോ ആളുകളെയും സെപ്പറേറ്റ് ആയിട്ട് കാണും എന്നുള്ള വിവരമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ യോഗം നടക്കുക എന്നതിന്റെ ഒരു വിശദാംശം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ മറ്റു നേതാക്കളും ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഈ യോഗം ആരംഭിക്കുക. നേരത്തെ തന്നെ KC വേണുഗോപാലിനെ സംബന്ധിച്ച് വലിയ MLA-മാരുടെ വലിയ ഭൂരിപക്ഷം KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. MLA-മാരുടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം KC വേണുഗോപാലിലാണ്. എന്നാൽ ഘടകകക്ഷികളുടെ പിന്തുണ അത് വി ഡി സതീശന് അനുകൂലമാണ്. ഈ 2 കാര്യങ്ങളും ഹൈക്കമാൻഡ് പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.